ഗൈസ്, നമ്മൾ വയനാട് പോയിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ ബോച്ചേൻ്റെ വണ്ടിയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഫ്രീ എൻട്രി ആണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ അവർ ജ്വല്ലറി ആഭരണങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ടോ. വെള്ളിൻ്റെയാണ് തോന്നുന്നുണ്ട് ഇത്. നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. റേറ്റ് കുറഞ്ഞതുണ്ട് കേട്ടോ. ഒക്കെ 1000-ൻ്റെ ഉള്ളിൽ വരുന്നതൊക്കെ ഉണ്ട്. പിന്നെ 1000-ൻ്റെ മേലൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവിടുന്ന് മേടിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോരുക ചെയ്തത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ നല്ലൊരു എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ആണ്. എന്താ രസമുണ്ട് കേട്ടോ. വളകളും ബ്രേസ്ലെറ്റും മാലയും എല്ലാ ഐറ്റംസും ഉണ്ട്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വലിയൊരു വണ്ടി കേട്ടോ ഇത്. സഞ്ചരിക്കുന്ന ജ്വല്ലറിയോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഈ ഒരു വണ്ടിയില്ലേ, അതിൽ ഞങ്ങൾ കയറി. നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ ഞാനും കാക്കുവാനായിട്ട് കയറിയത്. ഇമ്മയും മേമയും മിനോളൊക്കെ വണ്ടിയിലിരിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ കയറി. ഉച്ചയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. പിന്നെ അവിടുന്ന് ഇറങ്ങി വീണ്ടും ഹണി മ്യൂസിയം ഉണ്ടായിരുന്നു, അവിടെ കയറിട്ടോ. ഇവിടെ ടിക്കറ്റിന് വലിയ ചാർജൊന്നുമില്ല, 50 രൂപ എന്തോ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. അവിടെ പിന്നെ പാർക്കും ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനും ഊഞ്ഞാലും സീസോ എല്ലാം അടങ്ങിയൊരു പാർക്കുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് തേനീച്ചകളുടെ സംഭവങ്ങളാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇയാള് തേനിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാൻ കേട്ടോ. ആദ്യം തേൻ ഇങ്ങനെ എടുക്കും, നമ്മൾ മരത്തും ഇതൊന്ന് തേനീച്ചൻ്റെ ഇതൊന്ന് എടുക്കുമ്പോൾ തേന് ഇങ്ങനെ എടുക്കും, ഒരു വൃത്തിയില്ലാതെ. പിന്നെ ഈ മെഷീനിലൊക്കെ ഇട്ടിട്ട് ഫിൽറ്റർ ചെയ്ത് വൃത്തിയാക്കി എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മൂപ്പര്. കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എല്ലാം കൂടി ഒന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല, അതുകൊണ്ട് ഞങ്ങൾ അത് കട്ട് ചെയ്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിലത്തെ വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ വെറും ചിത്രങ്ങളാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോയാൽ നല്ല ഭംഗിയാട്ടോ. ഒരു ഒറിജിനൽ തേനീച്ചയെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ. പിന്നെ മനസ്സിലായ വെറും പ്രതിമേനം മനസ്സിലായിട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. സൂപ്പറായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുത്ത് കയറിയതുകൊണ്ട് മുതലായിട്ടോ. കാണാനൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഇവിടെ ഈ ആൾക്കാരെ ഒക്കെ വിശദീകരിച്ച് അയാൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു, ഈ ആൾക്കാരെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ. പിന്നെ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കട്ട് ചെയ്താണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പോൾ ഇതിനൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ വയനാട് പോകുകയാണെങ്കിൽ ഇവിടെ നിന്ന് കയറി വെക്കും കേട്ടോ. കാണാനൊക്കെ ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും തേനിനെ കുറിച്ച്. തേനീച്ചൻ്റെ ലൈഫ് സൈക്കിളാണ് ഈ കാണുന്നത്. ഇതൊക്കെ വായിച്ച് നോക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. തേനീച്ചകളെ കുറിച്ച് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോന്നു ഞങ്ങൾ. അവിടെ ഒരു പ്രതിമ ഉണ്ട്. ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചിട്ടോ. പ്രേതാന്ന് വിചാരിച്ചത്, പിന്നെ മനസ്സിലായത് പ്രതിമയാണത്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. തേനീച്ചൻ്റെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതൊക്കെ. തേനെടുക്കുന്നതും ഓരോ പൂമ്പൊടി അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് തേനുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോ മരത്തും വന്നെടുക്കുന്ന തേനിന് ഓരോ പേരാണ് കേട്ടോ. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ തേനിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഒരുപാട് ഐറ്റംസ് തേനുകളുണ്ട്. അവിടെ നമുക്ക് വാങ്ങുകയും ചെയ്യാം. പിന്നെ വെറുതെ കണ്ടു പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. അപ്പം ഇതാണ് ആ തേനിൻ്റെ ശേഖരങ്ങൾ. ഇവിടുന്ന് ഞങ്ങൾ തേൻ ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് കേട്ടോ.
എത്ര വേണേലും ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. ഞങ്ങൾ എല്ലാ തേനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ രുചിയാണ്. ലിച്ചിൻ്റെ തേനുണ്ട്, പിന്നെ പല ഫ്രൂട്ടിൻ്റെയും തേന്, അതുപോലെ പല മരങ്ങളുടെ പേരിലൊക്കെയാണ് തേന്. പിന്നെ കാട്ടുതേനും ചെറുതേനൊക്കെ നമ്മളിവിടെ എപ്പോഴും വാങ്ങണല്ലേ. അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പം എല്ലാവരും പോലും ടേസ്റ്റ് ചെയ്താൽ തന്നു എല്ലാവർക്കും തരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടണമല്ലേ വിചാരിച്ച് കുറേ കുടിക്കാനൊന്നും നമുക്ക് പറ്റൂല. പെട്ടെന്ന് മയങ്ങാണ് കുടിക്കുമ്പോഴേ. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് പൈസ ഒന്നും കൊടുക്കണം കേട്ടോ. അതെല്ലാവർക്കും ഒരു ടേസ്റ്റ് ചെയ്യാൻ തരും. പിന്നെ ഞങ്ങൾ ചെറുതേനും കാട്ടുതേനും വാങ്ങിയിട്ടോ. ചെറുതേനല്ല, തുളസിൻ്റെ തേന്. ഇത് സിദർ ഹണി പറയും. പിന്നെ തുളസി ഹണി ഉണ്ട്, അതാണ് തുളസി ഹണി. അത് ആപ്പ് വാങ്ങി. പിന്നെ ഞങ്ങൾ കാട്ടുതേനും വാങ്ങിട്ടോ. ഇത് ലിച്ചി ഫ്ലവർ ഹണിയാണ്. പിന്നെ റോസ് വാട്ടർ, തേനൊക്കെ ടേസ്റ്റ് ചെയ്ത് ആ തേനക്കുപ്പിയൊക്കെ വാങ്ങി പോകുന്ന ഇപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ കണ്ടുട്ടോ. ഇതൊക്കെ മസാജറാണ് തോന്നുന്നുണ്ട്. പിന്നെ പുറം ചൊറിയാനും മസാജ് ചെയ്യാനും കൂടി ഉള്ളതാണ് ഇത് തോന്നുന്നുട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ ഒരു റോള് കാണാണ്ട്, അപ്പുറത്തെ സൈഡിൽ ചൊറിയുന്ന സംഭവം. പിന്നെ ഇത് മസാജർ തന്നെയാണ്. ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം. അതേപോലെ ഇതൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി വെറുതെ. എന്താണെന്നൊന്നും ചോദിച്ചില്ല. എന്താണ് നിങ്ങൾക്ക് അറിയിക്കുന്ന കമൻറ്റ് ചെയ്യട്ടോ. മസാജറാണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ച് വെച്ചിരിക്കണേ. പിന്നെ ഈ ഒരു സംഭവം എന്താന്ന് മനസ്സിലായില്ല കേട്ടോ. ചൊറിയാൻ ഉപയോഗിക്കൽ തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് നേരിട്ട് കാണാൻ. ഇത് പിന്നെ തല ചൊറിയുന്ന സംഭവമാണ്. തലയിലിങ്ങനെ ചൊറിയണേ. അതിൻ്റെ വേറൊരു വെറൈറ്റി. സാധാരണ നമ്മളിവിടെ ഉണ്ടാവുന്നതാണല്ലോ മറ്റൊരു ഇത്. പിന്നെ മരത്തിൻ്റെ ചട്ടകങ്ങളുണ്ട്. പിന്നെ ഓരോ ഫ്രെയിമുകളും അബാക്കസൊക്കെ കാണാൻ കിട്ടവിടെ. ഇതൊക്കെ ചട്ടകങ്ങളാണ്. ഇത് ഹണിക്കൊമ്പ് എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, തേന നമ്മൾ കുപ്പിയിൽ നിന്ന് എടുക്കണേ, അതാണ്. ഇത് ചെറിയ സ്പൂണുണ്ട്. ഇതൊക്കെ മരത്തിൻ്റെ. നല്ല മൂർച്ചയുള്ള കത്തിയാട്ടോ. നല്ല മൂർച്ചയുണ്ട്. അത് തുറന്നു നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ ഈ കാണുന്നതൊക്കെ സ്റ്റോറേജ് ബോക്സുകളാണ്. സ്പൈസസ് ഒക്കെ ഇട്ടേക്കാൻ പറ്റുന്നേ. ഇത് ജഗ്ഗാണ്. ഇതൊക്കെ മരത്തിൻ്റെ കേട്ടോ. കപ്പ് അമ്മ വയനാട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആനയുടെ ഒക്കെ ഫോട്ടോ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാവരും കാണാൻ. ഇതൊക്കെ കണ്ടോ. ഒക്കെ അങ്ങനെ തേനൊക്കെ എടുക്കാൻ ഉപയോഗിക്കണ അങ്ങനത്തെ ഒക്കെ ഒരു സ്പൂണുകളാണിത്. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. കത്തിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. എല്ലാം നല്ല മൂർച്ചയുള്ള നല്ല ഭംഗിയുള്ള കത്തികൾ. ഈ ഒരു കത്തിയാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ പിടുത്തം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇത് കളർഫുൾ ആയിട്ടുള്ള വേറൊരു കത്തി. ഒക്കെ നല്ല മൂർച്ചയുണ്ട് കണ്ടാൽ. പിന്നെ ഇതൊക്കെ ഓരോ സംഭവങ്ങളാണ്. ഇത് ഒരു സ്പൈസസ് ബോക്സ് ആണ് കേട്ടോ. ഇങ്ങനെ തുറക്കും അടക്കവും ചെയ്യാൻ പറ്റുന്ന. ഇതൊക്കെ കിച്ചണിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണത്. കണ്ടോ, മേലുള്ള സ്പൈസ് ബോക്സിൽ എഴുതിയിട്ടുണ്ട് സ്പൈസ് ബോക്സ് എന്ന്. പിന്നെ ഇതൊക്കെ വേറെ വെറൈറ്റി സ്പൂണുകളാണ്. ഈ ഭാഗത്തുനിന്ന് അതൊന്നും കണ്ടിട്ട് പോവാൻ തോന്നുന്നില്ല. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. മരം കൊണ്ടുള്ളതാവുകൊണ്ട് നല്ലൊരു വെറൈറ്റി. ചിരട്ട കൊണ്ടൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസുകളാണ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒക്കെ മരത്തിൻ്റെ എന്നാ തോന്നണത്. അകത്ത് ഡ്രൈ ഫ്ലവറൊക്കെയാണ് കേട്ടോ. ഇത് റോസിൻ്റെ പെറ്റൽസാണ്.
ഡ്രൈ ആയിട്ടുള്ള റോസ് പെറ്റൽസ്. ഇത് സ്റ്റോൺ ഫ്ലവറിനാണ് എഴുതിയിട്ടുള്ളത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ വെച്ചാൽ നല്ല രസമായിരിക്കും. ഇത് കസൂരി മേത്തി അങ്ങനെയുള്ള ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. ഇവിടെ ഗരം മസാല ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ആ ഷോക്കേസിൽ വെക്കാൻ പറ്റിയ ഒരുപാട് തോണികൾ, കപ്പലുകൾ, അങ്ങനെയുള്ള എല്ലാതും ഉണ്ട് കേട്ടോ. അവിടെ ഒക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത് ടെഡി ബിയറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചെറുതും വലുതും നല്ല ഭംഗിയുള്ള ഐറ്റംസുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ തൊട്ട് നോക്കി. ഞങ്ങൾ വാങ്ങിയതൊന്നും കേട്ടോ, നല്ല വില ഉണ്ട്. ഇനി ഇതൊക്കെ ഫ്രിഡ്ജുമ്മ വെക്കുന്ന ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത്. ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ പുറത്തം പോയാലൊക്കെ വെച്ചാൽ ഫ്രിഡ്ജ് തുറക്കാനും പിന്നെ കാണാനും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടുത്തെ പാർക്കിൽ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. ആപ്പി മേമി അവിടെ ഊഞ്ഞാലാടുണ്ട്. പിന്നെപ്പുറത്ത് ഞങ്ങളും പിമ്മി മേമയാണ് ഇത് ഊഞ്ഞാലാടുന്നത്. അപ്പം ഞങ്ങൾ സീസോയിലാണ് കയറിയത്. പിന്നെ അതിൻ്റെ മുകളിൽ കയറിയാൽ നല്ലൊരു വ്യൂ ആണ്. അപ്പം അവിടെ കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷം കുറച്ച് നേരം ഊഞ്ഞാലാടി. ഈ ഒരു പാർക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ തേനീച്ച വളർത്തുന്നുണ്ട്. അത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു പള്ളി എൻ്റെതാണ്. ശരിക്കും താജ്മഹലിൻ്റെ പോലെ ഉണ്ട് കേട്ടോ. അത് കുറേ ദൂരെയാണ്, പക്ഷെ എന്നാലും എന്നെ കാണുമ്പോൾ നല്ല ഭംഗി. ഒറിജിനൽ താജ്മഹലാന്ന് തോന്നും പെട്ടെന്ന് കണ്ടാൽ. അവിടെ ആ ഒരു പള്ളി മാത്രമായിട്ട് ആ ഒരു ഭാഗത്ത് കാണാനാണ് പോയത്. അത് വെറുതെ പൈസ പോയി. അവിടെ വെള്ളച്ചാട്ടം ചെറുതായിട്ടുള്ളൂ. നമ്മൾ ആരോ വെള്ളം ഒഴിക്കണ മാതിരി അത്രേ ഉള്ളൂ കേട്ടോ. അവിടേക്കും 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് ചാർജ്. പക്ഷേ ഞങ്ങൾ വൈകുന്നേരമാണ് അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് മേലേക്ക് പോകാൻ പറ്റൂല കേട്ടോ. മേലെ അതിൻ്റെ വലിയ വെള്ളച്ചാട്ടം ഉണ്ട്. അത് 3 മണിൻ്റെ ഉള്ളിലാണെങ്കിൽ അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ 5 മണി ആയിക്കുള്ളൂ. അപ്പോൾ ഈ ചെറിയ വെള്ളച്ചാട്ടം കാണാനാണ് ഞങ്ങൾ പോയത്. ഇത്രേ ഉള്ളൂ കേട്ടത്. പിന്നെ അവിടെ കുറച്ച് ആ വെള്ളം നിൽക്കുന്നുണ്ട്. അവിടെ കുട്ടികളും വലിയവരൊക്കെ കുളിക്കണൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അത്ര വൃത്തി തോന്നിയില്ല കേട്ടോ. വെള്ളം ഒലിവൊന്നും കാണാനില്ല. അപ്പം പിന്നെ ഞങ്ങൾ ആ വെള്ളത്തിൽ ഇറങ്ങിയില്ല. ഞങ്ങളവിടെ നിന്ന് വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോകും. പിന്നെ ഞങ്ങൾ രാത്രി ആയിരുന്നു തിരിച്ചപ്പോൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. ബൈ.